അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പക്ഷെ പ്രശ്നം ഞാൻ എന്ത് വീഡിയോ എടുക്കും എന്നുള്ളതാണ്. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? പുതിയതാ. രാവിലെ എണീറ്റു, അവരാരും എണീറ്റിട്ടില്ല. ഞാൻ രാവിലെ കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കുക. പോകെ പോകെ എന്തെങ്കിലും നമുക്ക് എടുക്കാം. ഇവിടെ നിന്ന് എൻ്റെ കയ്യെ പൊട്ട് ഒരു പൊട്ടുള്ളിൽ അച്ചാച്ചിയാണെ വിളിച്ചിട്ട് എപ്പോൾ വരും എന്നുള്ള ചോദ്യം. അപ്പം ഇന്ന് ആശുപത്രി പോവണ്ട, നാളെ രാവിലെ 9 മണിക്ക്. അപ്പം നാളത്തെ പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോയാൽ മതി, പിന്നെ ഇവിടെ നിൽക്കണ്ട. പിന്നെ അമ്മു വരെ ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ നിൽക്കേണ്ടി വരും. ഞങ്ങൾ രാത്രി കറിയൊക്കെ വെച്ച് അടിപൊളി പരിപാടിയായിരുന്നു. ബഹളോ ഒച്ചപ്പാടും. കണ്ണാപ്പി വന്നായിരുന്നല്ലോ. കണ്ണാപ്പി ഉണ്ട്, അമ്മ ഉണ്ട്, അമ്മൂൻ്റെ കസിനുണ്ട്, കുഞ്ഞാവയുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. ഇതിനകത്ത് ഇതെങ്ങനെ കയറി നോക്കി. അപ്പൊ എല്ലാവർക്കും വീണ്ടും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഒരു തവണ പറഞ്ഞായിരുന്നു ഫാൻ വേണം. അപ്പുറത്ത് ഏതോ ഒരു വീട്ടുകാർ പണി നടത്തുക, അതിൻ്റെ ഒച്ചപ്പാട് കൊണ്ട് ഇന്നത്തെ വീഡിയോ ഒക്കെ കണക്കായിരിക്കും. കിറിന്നിരിക്കും. അവരൊച്ചത്തി പണിഞ്ഞാൽ ഞാൻ ഒച്ചത്തി വർത്താനം പറയും. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. കണ്ണാപ്പി ലാൻഡഡ്. ഇന്നലെ അമ്മുൻ്റെ വീഡിയോയിൽ കണ്ടു കാണുമല്ലോ. കണ്ണാപ്പി ലാൻഡ് ചെയ്തു, അമ്മു ലാൻഡ് ചെയ്തു. അതും അമ്മുൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടു കാണും. ഞാൻ താമസിച്ചായിരിക്കും ഇടുന്നത്. അല്ലേ ഈ എടി എൻ്റെ വെള്ളാട്ടപ്പോക്കറ നിർത്തേടി. വെള്ളാട്ടപ്പോക്കറ ഓക്കെ. ഇതെൻ്റെ പുത്തൻ. ഞാൻ താരാട്ട് വഴി കൊടുക്കും. അതായിരുന്നു കേട്ടത്. ഉറങ്ങിക്കിടക്കുന്നതിനെ ഞാൻ താരാട്ട് പാടി ഉറക്കാൻ നോക്കി ഉണർത്താൻ. ഹൗസ് മെയ്ഡ് ഡ്രസ് തറയിൽ കൂടെ വേണേലും നമുക്ക് വലിച്ച് ഇതാകുമ്പോണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് അടിച്ച് തൂത്തോണ്ട് പോകണ്ടോ. അതെ, തൂത്തുവരിയും കൂടെ ഫ്രണ്ടിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പൊടി കയറി വിടും. ഞാൻ തൂത്തോണ്ട് നോക്ക്. മറ്റേ ശ്രീവല്ലി കണ്ണന് ഇഷ്ടപ്പെട്ട ഈ ഉടുപ്പ്. നിനക്ക് സൈസ് ആവൂലടാ. ഇന്നലെ 2 ചേച്ചിമാര് വന്നായിരുന്നു നമ്മളെ കാണാൻ. അപ്പൊ ഞാൻ കുളിക്കുമായിരുന്നു. അപ്പൊ കുഞ്ഞാവ സംസാരിച്ചിട്ട് എങ്ങനെയാ ഈ പുഴ ഈ ഏരിയ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അവര് വന്നത്. പിന്നെ ഞങ്ങൾ ആശുപത്രി പോകാൻ ഇറങ്ങി. അങ്ങോട്ട് ഒരു വളവ് കഴിഞ്ഞപ്പോൾ അവരവിടെ നിൽപ്പുണ്ടായിരുന്നു. അന്നേരം പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങളുടെ നാട്ടില് 2 വീട് അപ്പുറം താമസിക്കുമ്പോൾ ഞങ്ങൾ അന്വേഷിക്കണ്ടേന്ന്. അതെ അതെ, വീടൊക്കെ കാണിച്ചു അവരുടെ അപ്പുറത്തെ വളവിന്. ഓളം തള്ളുന്നു. എന്നെ പിടിക്കൂ അതെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. മേളിൽ അതിന്റെ പെടലിക്കടി. പെടലിക്കോ? ഇല്ല, ഒരോട്ടം മാത്രമേ ഉള്ളൂ. ഒരു കസേര എവിടെ പോടാ? കൊടുക്കടാ. ഹലോ, എവിടെ പോവും? ഞാനില്ലാതിരിക്കുക. നീയോട് എടുക്കട ഒരു ഫോൺ. നല്ല രസമുണ്ട്. ഇന്നലെ നമ്മൾ എത്ര മണിക്കേക്ക് വന്നേ? കൊറേ സമയം എടുത്ത് നാട്ടിലൊക്കെ കയറി തെണ്ടി തിരിഞ്ഞിറങ്ങി, മേളിൽ കയറി താഴെ ഇറങ്ങി. ചേച്ചി എനിക്ക് വെറൈറ്റി മീൻ പെരട്ടി വെച്ചതൊക്കെ കാണിച്ചു തന്നു. സ്പ്രേ അടിച്ച് അല്ല, ഉരുട്ടി വെച്ച ചിക്കൻ സ്പ്രേ കണ്ടിട്ട് ഇറങ്ങിയില്ല. അല്ല, നീ കാണാനോട് സ്പ്രേ കണ്ട കാര്യം പറയുന്നില്ല. ഞങ്ങളത് സ്പ്രേ അടിക്കുന്ന സെഷനിലോട്ട് ഞാനും കണ്ടത്. ഞങ്ങളുടെ നിപ്പും പാവൊക്കെ കണ്ടു കഴിഞ്ഞിട്ടൊന്നും 4 കുപ്പി ഇന്ന് പോയത് ഒരുത്തരുടെ ചോട്ടി നിക്കുക. ഇത് കൊള്ളാത്ത രീതിയില് അവിടെ നിന്ന് കൊറേ അടിച്ചു, കൊറേ മണത്ത്. നാറികളെ രണ്ടിനെ നാറ്റം. ഇതൊക്കെ അടുത്തുകൂടെ പോകുമ്പോ എന്തോ ഒരുമാതിരി വൃത്തികെട്ടോ നാറ്റം.
എല്ലാം ടെസ്റ്റ് ചെയ്ത് പിന്നെ മണം അറിയാണ്ടായി പോയി. എല്ലാം കൂടെ പോയിട്ടുള്ളൊരു വൃത്തിയിട്ടോട് കണ്ണൻ പറഞ്ഞ് ഞാൻ പോയിട്ട് ഒന്ന് മണം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ട് പുറകെ അവള് ഓടി. മുണ്ടക്കയിൽ ഒരു വർഷമാകുമോ? നാളെയോ? നാളെ നാളെ കഴിഞ്ഞ വർഷം സെയിം ഡേറ്റില് മോർണിംഗ് ഒരു 1 മണി 2 മണി ആയപ്പോഴേക്കും നീ 12 ദിവസം അവിടെ ഉണ്ടായിരുന്നല്ലേ രക്ഷാപ്രവർത്തനത്തിന്? കറക്കിക്കോ ഇനി തിരിച്ചു ഇറങ്ങാം. ഒരുമാതിരി സലീം കുമാർ പ്ലെയിൻ അടിച്ച അവസ്ഥ. സുഹൃത്തേ, അവിടെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? അതിൽ ഞെക്കരുതെന്നാണ് പറയാൻ വന്നത്. ഇനി 2 റൗണ്ട് കറക്കില്ല ഞാൻ. അതെന്തോ അവിടെ എന്തോ ഒരു സാധനം കർട്ടനാണോ? ഞാൻ ഓർത്ത് വീണാലും നീ സേഫാ. നീ കോഴിക്കോട്ടിലല്ലേ ഇരിക്കുന്നത്? അമ്മു കോഴിക്കോട്ടിൽ. നമുക്ക് ഉന്തി വിട്ടാലോ? വരുമ്പോ ഊഞ്ഞാല് മാത്രം വരും. അല്ല, പുറത്തോട്ട് ഉന്തി വിടാം. വരുമ്പോ ഊഞ്ഞാല് മാത്രം. അമ്മു വെള്ളത്തിൽ. ചൂണ്ടവള്ളി ഉണ്ട്, അതേ പിടിച്ചാ കേറിയാ മതി. കണ്ണന്റെ അന്നത്തെ അന്നമാനം. അച്ചാച്ചിക്ക് കുറേ മീൻ കിട്ടി. ഞങ്ങള് പോന്നേ പിന്നെ കണ്ണനും ഞങ്ങളും കൂടെ സീതത്തോട്ടിന്ന് പോന്നേ പിന്നെ സീതത്തോട്ടി മീൻ കിട്ടി. അപ്പം ഞാനും കണ്ണനെ ഞങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ പോന്നു. എറണാകുളത്ത് വന്നപ്പോഴത്തേക്ക് അച്ചാച്ചിക്ക് അവിടെ മീൻ കിട്ടാൻ തുടങ്ങി. അപ്പോഴേ അച്ചാച്ചി പറഞ്ഞ ശകരപ്പുഴകളെല്ലാം മീൻ കിട്ടുന്നുണ്ടെന്ന്. എന്നെയാ പറഞ്ഞ കളിയാക്കിയതാ. അത് കഴിഞ്ഞ് കണ്ണൻ ഇവിടെ പോയപ്പോ ഞാനും കുഞ്ഞാവേ മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ മീൻ കേരളം മൊത്തം മഴ. മഴയില്ല, ഒന്നുമില്ല. ഒരു തുള്ളി മഴ നടന്നിട്ടില്ല. 7.5 മണിക്കൂറോളം ബൈക്ക് ഓടിച്ചു. ഒരു തുള്ളി മഴയ്ക്കും മഴക്കാലത്തോടെ മഴ നനഞ്ഞില്ല. അതെ, മൺസൂൺ റൈഡിന് സ്വന്തം അനിയനെ പോലും കൊണ്ടുവരാണ്ട് അവനെ ബസ് കയറ്റി വിട്ടിട്ട് സ്ലോ അടിച്ചു വന്നതാ. ഒരു തുള്ളി മഴ. എടാ വേണേ ഇവിടെ പറഞ്ഞിരുന്ന വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം. നിനക്ക് ആ വിഷമം മാറ്റാൻ കുറച്ച് വെള്ളം കയറി വരണ്ടായിരുന്നു. എന്തായാലും മൺസൂൺ റൈഡ് മഴ കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു. നാട്ടുകാർ വല്ലതും താഴെ വന്ന് നിൽപ്പുണ്ടോ? നമ്മുടെ ഒച്ചപ്പാട് കേട്ടിട്ട് വല്ല പ്രശ്നം എന്തോ ചിരി ആട്ടാതോ. വേണ്ട, അത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. നല്ല അതിന്റെ ചപ്പാത്തി ഇടുന്ന സാധനം വേണ്ടേ? അപ്പൊ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഷ്ടപ്പെട്ട് ഏതോ മെഷീൻ പേര്. നല്ല ചപ്പാത്തി, ലൈറ്റിന്റെ ചപ്പാത്തി. ഇത് നല്ല ചപ്പാത്തി കേട്ടോ. ലൈറ്റ്. അയ്യോ, നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനിപ്പോ എന്താ ആളുകൾ വാങ്ങട്ടെ. അത് കൊളുത്തി വെക്കടാ. ജനല് രണ്ടും. വീഡിയോയിൽ ആരും കേട്ടില്ലെങ്കിൽ നിനക്ക് എത്ര ചപ്പാത്തി? 3 മതി. മത്തി കറക്കണോ? അതിന്റെ നീ അങ്ങനെ ചോദിച്ചേ? മത്തി ഇരിക്കുന്ന കറക്റ്റാണോ ചോദിച്ചേ? എന്നാ കറി എടുത്തോ. നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കറക്കി കൊടുക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. യെസ്, യു ആർ ഇൻ ദ സീ. അത് കേട്ടിട്ടില്ലേ ബിന്ദു പണിക്കർ പറയുന്നത്? ഓ ഐ സീ, യെസ് ഐ ആം ഇൻ ദ സീ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൈസ ഇല്ലടാ. മൂക്കയറല്ല, ഞാൻ പോയി ചോദിച്ച കടയിൽ മൂക്കയറുള്ളൂ. വേറൊരു സാധനമാണ് ഫുൾ മറയുന്ന. അതാണ് അറ്റാച്ച് അത് കിട്ടിയ ചപ്പാത്തിക്കൊക്കെ തീ പിടിക്കുന്നത്. മതി. അമ്മൂനോട് ചോദിച്ചിട്ട് ഇപ്പൊ വരാം. അമ്മൂനോട് ചോദിച്ചിട്ട് വേണമെന്ന്. അമ്മേ, ചപ്പാത്തി ഉണ്ടാക്കട്ടെ? വെറുതെ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. പോക്കും വരവും ഒക്കെ ഒരേ സമയത്ത്.
അമ്മേ അമ്മോ ചൂടോടെ കഴിച്ചില്ല പിന്നെ കൊള്ളൂ. കഴിഞ്ഞ ദിവസത്തെ കറി തീർന്നായിരുന്നു. ഏത് ബുഫേറി ആടാ ബീഫ് എവിടെ പോയടാ? എവിടെ പോയിന്ന്? അപ്പൊ ഇവിടെ ഇല്ലേ? ഫ്രിഡ്ജിലുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഇല്ലേ? ഫ്രിഡ്ജിലിരിക്കുന്നതാന്ന് തോന്നുന്നു. ചൂടാക്കണോ? അതാ കുഞ്ഞായിട്ട് കാണുന്നത് എനിക്കറിയത്തില്ല. ചൂടാക്കണോ? നീ നോക്കിയ ഫ്രിഡ്ജിലുണ്ടോന്ന്. ചീത്തയെങ്കിലും ഒരു നല്ല മണം പോയി. ഇവിടെയൊക്കെ കോരി ഒഴിക്കുന്നത് ഒഴിച്ചല്ല, വീണതാ. മുളക്കാൻ പോയ പോക്കത്. എന്റെ ചപ്പാത്തി ഇല്ല, കുഴപ്പമില്ല കേട്ടോ. ചൂടാക്കിയ കുറച്ച് ബീഫ് ആയതുകൊണ്ട് ഇത്തിരി വളിച്ചാലും ഒന്ന് സഹിക്കും. ആര് കണ്ടിടണം? എല്ലാരും ബീഫിന്റെ ആൾക്കാർ. നീ കഴിച്ചു തുടങ്ങിക്കോ, ഞാൻ അടുപ്പ് ചൂടാക്കി തരാം. അമ്മൂന്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് പോവാം. പിന്നെ ഹോസ്റ്റലാണ് ഞാൻ തന്നെ കൊണ്ടുവന്നിരിക്കുന്നല്ലേ, യവന്മാരെ രണ്ടിനെ വിടുന്നില്ല. മിക്കവാറും ഞാൻ മെനറി ചെറുതായി കാണരുത്. എന്റെ ഡ്രൈവിംഗ് സ്കില്ല് നിനക്ക് അറിയാതെ. അത് മാത്രമോ ആ ഗവി കാട്ടിൽ തേരാ പരാ ഗവിയിലോട്ട് പോകുന്നതിന്റെ രജിസ്റ്റർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് പോയിട്ടുള്ള പെണ്ണുങ്ങളിൽ ആ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചി മാത്രം. എന്നെ ദേഷ്യപ്പെടുത്തിയുണ്ടല്ലോ. എനിക്ക് ദേഷ്യം വന്നിട്ടല്ലോ, ഞാൻ രണ്ടിളക്കം കൊണ്ടുള്ളത്. വേണ്ട, നീ വേറൊരു പെണ്ണിനെ പറ്റി എപ്പോഴും പറയുന്നുണ്ട്. പേര് പുറത്ത് പറയാൻ പറ്റത്തില്ല. ഭയങ്കര റൈഡറാണ്. അവൾ എക്കോ ഓടിച്ചോണ്ട് പോയി. പറയണം ഞാൻ വണ്ടി ഓടിച്ചില്ലെങ്കിലും പറഞ്ഞു വാവ് ചേച്ചി വണ്ടിയിൽ ഇരിക്കുന്ന കാണുന്ന കണ്ടോ ഒരു സ്കില്ലെന്ന്. നമ്മ കഴിക്കാണ് പാവം, എന്ത് സൈലന്റ് ആയിട്ട് കഴിക്കുന്നു. അതെപ്പോ കിടന്നാലും 12 മണിയാവും എണീക്കാൻ. നാളെ ഹോസ്പിറ്റലിൽ പോണെങ്കിൽ രാവിലെ എണീക്കണ്ടേ, അത് ഇന്നങ്ങ് ഉറങ്ങിട്ട് ആ വിഷമം. നാളെയോ രാവിലെ 9 മണി. അത് കഴിഞ്ഞാ പിന്നെ വീട്ടിൽ പോയാ മതി. പിന്നെ ഇവർക്ക് ചെയ്യാനൊന്നുമില്ല. ഓംകാരം അതിനകത്ത് ഇത്ര കഴിയുന്നില്ല. ഓംകാരം തീറൻ മാറുന്ന പെൺമലരെ. അവരോട് ചോദിച്ചിട്ട് ഡയറ്റ് പ്ലാൻ ഒന്നും ചോദിക്കാം. 3 നേരം ചപ്പാത്തി. നിനക്ക് എവിടുന്ന് ചാടാനാ? എവിടുന്ന് ചാടാനാ? ഗോവിന്ദ ചാമയുടെ ഡയറ്റ് വെച്ചിട്ട് വണ്ണം കുറയ്ക്കാനാണ് ഇപ്പൊ അമ്മൂന്റെ പ്ലാൻ. കൊടുങ്കാറ്റ് വീശുന്നു, കൊടുങ്കാറ്റ് കണ്ട. പിടിച്ചതിന്റെ ബാക്കി 2 വരാല് കണ്ണാപ്പിയാണ് ഇന്ന് റെഡിയാക്കുന്നത്. കുഞ്ഞ മറ്റേ സ്റ്റൂൾ എടുത്തിട്ട് വന്നിരിക്കുക. എന്റെ ക്രോക്സ് ഇട്ടുകൊണ്ട് നടക്കുന്നു. നന്നായിട്ടുണ്ട് നൈറ്റിങ് ക്രോക്സ്. അവിടെ വെയിലടി. കമോണ്ട്ര മഹേഷേ. ഇന്ന് കണ്ണാപ്പി, ഇന്ന് മീനൊക്കെ ഇന്ന് ഞെട്ടും. ആ കിടുകിട് സൗണ്ട് ഒന്ന് നിർത്തിക്കേ. എന്താ മീനിലേക്ക് ഫോക്കസ് ചെയ്തു. അതിൽ പാത്രം കൂടെ വേണ്ടേ? അതൊക്കെ പിടിക്കുന്നേ കുഞ്ഞാ, ഇത് എങ്ങനെയാ ചേച്ചി പിടിക്കുന്നേന്ന്? നന്നാക്കി നല്ലൊരു കല്ല് കണ്ടുപിടിച്ചാ കുറച്ചാൽ ഇത്. ഈ മീൻ എങ്ങനെയാ അല്ലാണ്ട് പിടിക്കുന്നത്? ചൂടായിട്ട് പിടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ പാട് ചൂണ്ട ഊരാ സമ്മതിക്കട്ടെ. ഇതെന്തു തോട്ടിൽ ആറ്റിലിട്ടൂടാനാണോ ഇതിനെ? മ്ലാഞ്ഞിൽ ഇത്ര വഴി കുഴപ്പമില്ല, ഇത്ര ഇല്ല. എന്താണ് കണ്ണാപ്പി ഇതിനെ പറ്റി പറയാനുള്ളത്? എന്തോ പോലെ വെട്ടാൻ പറ്റത്തില്ല. അത് തന്നെ തലേന്ന് എടുക്കണം.
തല നല്ലതല്ലല്ലോ. ഞാൻ വെട്ടാം, പക്ഷെ എനിക്ക് ഇടയ്ക്ക് ചായ ഒക്കെ കൊണ്ടുതരണം. അതൊക്കെ കിട്ടും. ഞാൻ തോറ്റിരിക്കുന്നു ഗൈസ്. തോറ്റ മുഖം ഇട്. എന്നെ കൊണ്ട് നന്നാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. നോക്കാൻ പോകുന്ന മുഖം എടുക്ക്. എന്നെ കൊണ്ട് നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പോടാ പിത്തക്കാടാ. മാറ്, ഞാൻ ചെയ്യാം. പിത്തക്കാടെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അർത്ഥം അറിഞ്ഞൂടെ, പക്ഷെ കേക്കാൻ നല്ല ഗുമ്മില്ലേ. ഞാൻ ചെയ്യട്ടെ. ആ മണ്ണിൽ തെറിച്ച മീൻ എടുക്കുന്നില്ല, പിന്നെ ആ വഴുവഴുക്കിനകത്തിട്ടിട്ട് അതാ മണ്ണ് പുറത്തിട്ടിട്ട് മണ്ണൊക്കെ അങ്ങ് പോകുന്നു. പക്ഷെ കളറ് ടേസ്റ്റ് ഉണ്ടല്ലോ ഇതുണ്ടോ. ഇതാ സിനിമയിലൊക്കെ വരാല് പോലെ നമ്മള് വഴുതിപ്പോയി. വരാല് അതാണ് അമ്മാര് വഴുക്കലല്ല ഇത്. നമ്മുടെ നാട്ടിലില്ലേ? ഇല്ലേ? പിന്നെ വരാല് ഇല്ലേ നമ്മുടെ? നമ്മുടെ നാട്ടിൽ വരാലില്ലോ. ഇല്ല, ഇതൊക്കെ വരാലില്ല. ഇങ്ങനെ വൃത്തികെട്ടൊരു മീനേ ഇല്ല. പക്ഷെ തിന്നാൻ നല്ല ടേസ്റ്റ് ആണല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്, നല്ല ടേസ്റ്റ്. കത്തി പിടിച്ചെന്ന് പറഞ്ഞത്. അതെ, മാറ്. ഗോ മാൻ ഗോ. ഇനി ഞാൻ കുറച്ച് നേരം പണിയെടുത്തു. ഈ വെള്ളം ഒന്ന് കളഞ്ഞാലോ? വെള്ളം മൊത്തത്തിൽ നല്ല തീരുമാനമാണ്. ന്യൂസ് പേപ്പർ എടുത്തിട്ട് കണ്ട ഞാനും കൂടെ കൂടാ ചേച്ചി. അങ്ങനെ ഞാൻ തോക്കുന്നില്ല ഗൈസ്. അതെ, അങ്ങനെ തോറ്റു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പർ എടുത്തോണ്ട് കുഞ്ഞാ ന്യൂസ് പേപ്പർ തരുമോ? ഹിന്ദു ന്യൂസ് പേപ്പറാ, ചിലപ്പോൾ പെട്ടെന്ന് വെട്ടാൻ പറ്റും. ചൂടുള്ള വാർത്ത. പേപ്പർ വെച്ചോളൂ. എന്റെ പഴംപൊരിയൊക്കെ പിടിച്ചേക്കും. ഞാൻ വേറെ ടെക്നിക്ക് നോക്കട്ടെ. അവിടെ പിടിച്ചോണേ. അതിങ്ങനെ ചെത്തൂലേ കടക്കാര്? അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. തോന്നലായിരിക്കും ചിലപ്പോ കേട്ടോ. ഇല്ല ഇത് അങ്ങനെ തന്നെ, അല്ലാണ്ട് ഇതാക്കി എടുക്കാൻ കഴിയൂല. ചൂണ്ടയിട്ട് മീൻ കിട്ടിപ്പോയല്ലോ എന്നുള്ള അവസ്ഥയായി ഇപ്പൊ. ഇതേ വന്നേ റോൾ മോഡൽ വന്നേ. കണ്ടേ എങ്ങനെയാന്ന് കാണട്ടെ. വെട്ടി അറിയും. കുഞ്ഞോച്ചാണ്ട് വിടിരി, അഥവാ ഇനിയും വീണ്ടും ഹാൻഡ് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിപരമായിട്ട് ആദ്യമേ ഹാൻഡ് ഓവർ ചെയ്തത്. നീ ആടാ ബെസ്റ്റ്, നിനക്കാ പറ്റൂ. നിസ്സാരം ചേച്ചി അങ്ങനെ തന്നെ ചേച്ചി എടുത്തോളം തന്നെ ഇതേ സെയിം വെള്ളത്തിൽ ഇതിന് കഴിവൊന്നും ചെയ്യാണ്ട് എടുത്തിട്ട് കയ്യെ പിടിച്ചത് അത് കഴിഞ്ഞിട്ടല്ലേ വെട്ടുന്നത്. വെള്ളം മാറ്റണം. മമ്മേ നീ വീസാതെ കണ്ടോ കുഞ്ഞാ ചെയ്യുന്ന വാല് ആദ്യം അതിലടിച്ചുറപ്പിക്കും. എന്നിട്ട് അപ്പൊ മീൻ അനങ്ങൂലല്ലോ, നോക്കി പലക ചവിട്ടിപ്പിടി. ഓ, ഇതിനാണ് നമ്മൾ രണ്ടുപേരുടെ കുഴന്ന്. നീയും കൂടെ അങ്ങനെ ചെയ്യും പ്രൊഫഷണൽ ആയിട്ട്. മണ്ണിലടിച്ചുറപ്പിക്കാൻ പറ്റും. ആദ്യം ഒരു കുത്ത് സ്വന്തം വിരലിനിട്ട് ഇവിടോട്ട് വെക്കണം, കാലിലോട്ട്, എന്നിട്ട് കുത്തി പിടിക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് ചവിട്ടി പിടിച്ചാൽ മതി. കഴിഞ്ഞ ദിവസത്തെ മീൻകറി പൊളിയായിരുന്നു. ഇന്ന് ഇനി മൊത്തം നിന്റെ വേണ്ടോ കുടല് പുറത്ത് തന്നു. കുടല് വെള്ളി എന്നോട് പറഞ്ഞിട്ടില്ല സൂക്ഷിക്കണമെന്ന്. തലച്ചോറായിരിക്കും എടാ ഇപ്പൊ അയക്കടാ. വിദേശ രാജ്യത്തിലെ കൈയിലാണ് രണ്ട് കൈയിലും മറ്റേ സാധനം ഇരിക്കുകയാണ്. പെണ്ണുങ്ങളൊക്കെ കാല് പിടിക്കണ്ട, കാല് പിടിക്കണ. ഞാൻ അനുഗ്രഹിച്ച് വീട്ട് കുഞ്ഞോനെ എന്നെ കൂടെ കൊണ്ടുപോ. അയച്ചോ തുപ്പി വെച്ച് കയ്യല്ലേ. നല്ല വിദേശ നിർമ്മിതമായ കാല്. ഞാൻ മൂൺ വാക്കിനൊക്കെ നടക്കുന്ന പെൺകുട്ടികൾ, റാംപാക്കിന് പോലെ പെൺകുട്ടികൾ ഇങ്ങനെയാണ്. കൈ കൊണ്ട് പിടിക്കാനേ പറ്റില്ല. തല മസാജ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല എണ്ണമയം ഉണ്ടല്ലോ. ഒരാൾ എഡിറ്റ് ചെയ്യാണ് കമ്പനിയിൽ. നിങ്ങൾ ഉറങ്ങുകയാണ്.
അതിന്റെ തൊലി നല്ലതായിരുന്നല്ലോ. ഇതിന്റെയോ? ആ. വേപ്പറൊക്കെ പറന്നു പോകുമോ? ആ കസേരയുടെ അടി വയ്ക്കും. പൂക്കി. ഇത് അമ്മ പറയണ്ടോ, ഇത് മീൻ വെട്ടുന്ന കത്തിയല്ല ഇത്. അതെ, ഇത് ഞാൻ ആപ്പിൾ വെട്ടുന്ന കത്തി. ഇത് ഞാൻ ആപ്പിളിന്റെ തൊലി ചെത്തുന്ന കത്തി. ആപ്പിൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന മറ്റൊരു കത്തി. കാണുന്ന കത്തിയാ? പല ടൈപ്പിലാണ്. എണ്ണതാ? വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്. ഇത് കുറച്ച് എടുത്തുള്ളത്. കുറച്ച് പക്ഷെ ഞാൻ വിട്ടു കൊടുക്കാതെ പണിയുന്നുണ്ട്. ആര്? കണ്ണാപ്പി. ഫ്രിഡ്ജിൽ വെച്ചോണ്ട് ഇത്തിരിയെങ്കിലും ഇതിന് അഹങ്കാരം കുറഞ്ഞിട്ടുണ്ട്. അന്ന് അതിനകത്ത് ചേച്ചി ഈ ഇടയ്ക്ക് വല്ല കളർ ചെയ്തോ മുടി? തൊലി കളയണമെങ്കിൽ തൊലി കളയാ, ഇല്ലെങ്കിൽ ഞാൻ തൊലി കളയണ്ട. അതിനൊക്കെ ഇഷ്ടം പോലെ ചെയ്യും. തൊലി കളയുന്ന തൊലിയുടെ കൂടെ ദശയും കൊണ്ട് പോവരുത് ദേവി. എണ്ണ ഒരുപാട് ഒരുപാട് എണ്ണ ഇടല്ലേ. ഇല്ല ഇല്ല. നമുക്ക് നല്ല കറിയൊക്കെ വെച്ച് ചോറൊക്കെ കഴിക്കാം. കാരണം ഇന്ന് ആശുപത്രിയിലും പോകണ്ട. പുറത്തെവിടെ പോകാനാ നമ്മളെല്ലാവരും കൂടെ? ഓ, എണ്ണ തേച്ച് കുളി. എത്ര നാളായി ഇത്തിരി എണ്ണ തേച്ച് കുളിച്ചിട്ടെന്നല്ല, എണ്ണ തേച്ചിട്ട് കുളിച്ചിട്ട്. അവര് കേട്ടിട്ടുണ്ടാവില്ലേ, മലയാളികളായിരിക്കും. ഏത് പാട്ടാ? കഷ്ടപ്പെട്ട ഒരു പാട്ടൊക്കെ പാടിയായിരുന്നു. രാത്രിക്ക് പോലെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ എന്തോ സ്ഥലമുണ്ട് കൊച്ചി? നൈറ്റ് ലൈഫ് ഫോർട്ട് കൊച്ചിയിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അടിപൊളിയാ. എക്സ്പോ ഉണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല അവിടെ. അങ്ങനത്തെ എന്തെങ്കിലും ഇല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ഒന്നുമില്ല. വൈകുന്നേരം ഒരു ഏഴര കഴിഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല ആ സ്ഥലത്ത്. ഞാൻ എവിടെയല്ല നിന്ന് പഠിച്ചോണ്ടിരുന്നപ്പോ ഫോർട്ട് കൊച്ചിയിൽ വൈപ്പിന്നല്ല വെല്ലിൻ്റെ ഐലൻഡ്. ആകെ അതേ ഉള്ളൂ. പറ്റിയടാ കൂട്ടാ. വരാൽ കുളിച്ച് അതെന്തെല്ലാം കുരുത്തക്കേട് കാണിച്ച ലൈഫാ. എന്നിട്ട് പെണ്ണ് കെട്ടി, പിന്നെ കഥ പറയണ്ട. പെണ്ണ് കെട്ടി ഒതുങ്ങിപ്പോയാ. പെണ്ണ് കെട്ടിന്ന് പറഞ്ഞാൽ മതി, പറയണ്ട. കണ്ടാ കണ്ടാ കണ്ടാ. അപ്പൊ നീ ഹാപ്പി അല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? സന്തോഷം ആഗ്രഹിക്കുക. എങ്ങനെയാടി പിന്നെ പറഞ്ഞേ? വേറെ കുറെ കുൽസിതങ്ങൾ നിന്ന് പോയി പറഞ്ഞു. ആ, നിന്റെ കുൽസിതങ്ങള്. നൈസായിട്ടൊരു തല ഇവിടുന്ന് മുങ്ങിയിട്ടുണ്ട്. ആ തല എന്തിയെ? അതാണോ നിന്റെ കൈ? സമയം എത്ര ചേച്ചി? ശത്രുവായിട്ട് പോലും ശത്രുക്കൾക്ക് പോലും ഞാൻ ഈ വരാല്. പക്ഷെ വരാലിന് നല്ല വിലയും ഡിമാൻഡും ഒക്കെ ഉണ്ട്. 12 മണിയാവുന്നു കേട്ടോ. മോഹവില അത് വെട്ടിയിട്ടില്ലാത്തവരാ. ഒരു തവണ ക്ലീൻ ചെയ്തവൻ ഒരു മോഹവും കാണൂല ഇത് വില കൊടുത്തു വാങ്ങാൻ. സൗന്ദര്യം സംരക്ഷിക്കണം. അതിനുവേണ്ടി ബാക്കി വന്ന വെളിച്ചെണ്ണ ഒരു തുള്ളി പോലും കളയരുത്. കാരണം വെളിച്ചെണ്ണയുടെ വില. വെളിച്ചെണ്ണ എടുത്ത പാത്രം മുഖത്ത് തേച്ചാലോ? മൂക്കും കൊണ്ട് ഉരക്കി നെറ്റി പറ്റുന്നില്ല. അവിടെ മീൻ സെറ്റ് ആക്കുന്നതേ ഉള്ളൂ. ഞാൻ അപ്പോഴത്തേക്ക് ഇഞ്ചിയും മുളകും സാധനം എല്ലാം വഴറ്റി റെഡിയാക്കി വെക്കാം. അതാകുമ്പോൾ പിന്നെ മീൻ അങ്ങോട്ട് ഇട്ടാൽ മതിയല്ലോ. മീനിന്റെ മണം അടിച്ചോണ്ട് പേപ്പറൊക്കെ ഇറങ്ങി ചുറ്റി. എന്നാ മീൻതല ഇട്ട് കൊടുക്കായിരുന്നു. ഇതായിരിക്കും ആ റോഡിൽ കിടന്നതും. ആ ഉണ്ട് 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 ഉണ്ട്. ആ, ഹിന്ദു ന്യൂസ് പേപ്പറാ വായിക്കുന്നത്. എടാ, എന്നാ മീൻതല ഇട്ട് കൊടുക്കടാ, പാവം തിന്നിട്ട് പോട്ടെ. നാളെ കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോന്നേ. നാളെ ഞങ്ങൾ വീട്ടിൽ പോകും.
വരാതെ തിളയ്ക്കുന്നു.